മലയാളത്തിലെ ഏറെ പ്രശസ്തമായ ദാമ്പത്യ കവിതകളിലൊന്നാണ് NN കക്കാടിന്റെ സഫലമീ യാത്ര. കക്കാടിന്റെ കാവ്യജീവിതത്തിലെ ഒരു വഴിത്തിരിവിനെ കുറിക്കുന്നു ഈ കവിത. അതുവരെ എഴുതിയ കവിതകളിൽ നിന്നും രൂപപരമായ ഒരു ലാളിത്യം ഈ കവിത പുലർത്തുന്നു. അർബുദ ബാധിതനായ കക്കാട് തന്റെ കാവ്യജീവിതത്തിന്റെ അവസാന കാലത്ത് എഴുതിയ കവിത കൂടിയായി ഇത് പരിഗണിക്കപ്പെടുന്നു. ദീർഘദാമ്പത്യത്തിന്റെ ഫലപ്രാപ്തിക്കായി നടത്തപ്പെടുന്ന വ്രതാനുഷ്ഠാനമാണ് തിരുവാതിര. തന്റെ ഭാര്യയൊത്ത് രോഗാവസ്ഥയിൽ തിരുവാതിരയെ എതിരേൽക്കുന്നതാണ് കവിതയുടെ പശ്ചാത്തലം. ആർദ്രമായ ധനുമാസ രാവുകളിലൊന്നിൽ കടന്നുവരുന്ന തിരുവാതിര കവിയെ പ്രചോദിതനാക്കുന്നു. സഖിയൊത്ത് ജനലഴി പിടിച്ച് ആതിര രാവിനെ വരവേൽക്കാൻ കവി ആഗ്രഹിക്കുന്നു. ഒരു ചുമയിൽ അടിയിടറി വീണേക്കാവുന്ന പഴങ്കൂടായി ശരീരം മാറിയിരിക്കുന്നുവെന്ന് കവി തിരിച്ചറിയുന്നു. ദുർബലമായ കവിയുടെ ശാരീരിക അവസ്ഥയെ സൂചിപ്പിക്കാൻ ഈ പ്രയോഗത്തിന് സാധിക്കുന്നു. മുറിവേറ്റ കണ്ഠത്തിലെ നോവിനിത്തിരി അറുതിയായിരിക്കുന്നു. അതിനാലാകാം ഏറെ നാൾ കൂടി നിലാവിന്റെ പിന്നിലെ അനന്തതയിൽ അലിയുന്ന ഇരുൾ നീലിമയിൽ പഴകിയ ഓർമ്മ പോലെ നിന്നു വിറയ്ക്കുന്ന ഏകാന്ത താരകളെ സഖിയൊത്ത് കാണാൻ കവി ആഗ്രഹിക്കുന്നത്. രോഗപീഠകളിൽ നിന്ന് മോചിതനാകുന്ന നിമിഷം പ്രകൃതിയുടെ വശ്യമായ കാഴ്ചകളിലേക്ക് സഖിയൊത്ത് സമാശ്വാസം കണ്ടെത്തുന്ന കവിയെ ഇവിടെ കാണാം. പ്രകൃതിയുടെ ചൈതന്യത്തിൽ പൂർണ്ണമായും മുഴുകി വേദനകളെ മറികടക്കുന്ന മനോഭാവം കവിയിൽ നിഴലിക്കുന്നു. നേരിയ നിലാവിന്റെ പിന്നിലെ അനന്തതയിൽ അലിയുന്ന ഇരുൾ നീലിമ രോഗത്തിന്റെ നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്കുള്ള കവി മനസ്സിന്റെ പ്രതിഫലനം കൂടിയാകുന്നു. രോഗബാധിതമായ കാലത്തിൽ നിന്നും ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ ദൈർഘ്യത സൂചിപ്പിക്കുന്നു. എന്നോ പഴകിയോരോർമ്മകൾ മാതിരി നിന്നു വിറയ്ക്കുന്ന ഏകാന്ത താരകൾ. രോഗത്തെ പിന്തള്ളി ജീവിതത്തെ നുകരാനുള്ള കവിയുടെ അദമ്യമായ മോഹങ്ങളിലൊക്കെയും തന്റെ സഖിയുടെ തുണ കവിക്ക് കരുത്താകുന്നു. ശബ്ദം കൊണ്ട് രൂപവും മരുന്നുകൾ കൊണ്ട് സന്ധ്യയെയും അറിഞ്ഞ ദിനരാത്രങ്ങൾ. സ്നേഹസ്പർശനങ്ങളാലും തേങ്ങലുകളാലും മാത്രം രോഗാവസ്ഥകളോട് എതിരിട്ടു കുഴയുന്ന നാളുകളിലാണ് ഒച്ചയുണ്ടാക്കാതെ കവിയുടെ ഇടയിലേക്ക് ആതിര കടന്നുവരുന്നത്. ആതിരയെ ഭാര്യയൊത്ത് കൈകൾ കോർത്തെതിരേൽക്കാൻ ഇക്കുറി കവി അതിയായി ആഗ്രഹിക്കുന്നു. കാരണം വരും കൊല്ലത്തെ അവസ്ഥയിൽ യാതൊരുറപ്പും കവിക്കില്ല. ശാരീരികമായ അവശതകൾ പിടിച്ചുലയ്ക്കുമ്പോഴും ഒരാതിര രാവിൽ കുളിര് തേടുന്ന കവി പ്രത്യാശയുടെ പ്രതീകമാകുന്നു. എന്തു നിൻമിഴീണ തുളുമ്പിയെന്നോ സഖി, ചന്തം നിറയ്ക്കുകേ ശിഷ്ടദിനങ്ങളിൽ. പൊടുന്നനെ നിറയുന്ന സഖിയുടെ കണ്ണുകൾ കവിയെ ദുഃഖിതനാക്കുന്നു. അവശേഷിക്കുന്ന ദിനങ്ങളെ സന്തോഷഭരിതമാക്കാൻ കവി ഭാര്യയോട് ആഹ്വാനം ചെയ്യുന്നു. കണ്ണുനീരിന്റെ ചവർപ്പ് പെടാതെ ജീവിതമാകുന്ന മധുപാത്രം അടിയോളം മോന്താനും അടിയിൽ അവശേഷിക്കുന്ന ഇരുട്ടിൽ പോലും തെളിയുന്ന ഓർമ്മകളെ കണ്ടെത്തി ആഹ്ലാദിക്കുവാനും കവി പറയുന്നു. സുഖദുഃഖ സമ്മിശ്രമാകുന്ന ജീവിതത്തിന്റെ മധുരവും കയ്പും ഒരേപോലെ നുകരാനാണ് കവി ആഗ്രഹിക്കുന്നത്. ദുഃഖങ്ങളിലും അവശേഷിക്കുന്ന ജീവിത സത്യങ്ങൾ കണ്ടെടുത്ത് കരുത്താർജിക്കാൻ കവിത നമ്മോട് പറയുന്നു. തുടർന്ന് ജീവിതത്തിന്റെ വ്യത്യസ്തതയാർന്ന ഓർമ്മകളിലേക്ക് കവി മനസ്സ് വ്യാപരിക്കുന്നു. എന്നാൽ ഒന്നും പെട്ടെന്ന് ഓർത്തെടുക്കാനാവാത്ത ശൂന്യത കവിക്ക് അനുഭവപ്പെടുന്നു. നെറുകയിൽ ഇരുട്ടേന്തി പാറാവു നിൽക്കുന്ന തെരുവുവിളക്കും ബധിരമായ ബോധവുമൊക്കെ രോഗത്താൽ മങ്ങിയ കവിയുടെ ഓർമ്മകളെ കുറിക്കുന്നു. പതിയെ പതിയെ തെളിയുന്ന ഓർമ്മകളിൽ നിറയുന്നതാകട്ടെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളുടെ കാഴ്ചകളാണ്. വിവിധ ഭാവങ്ങളുടെയും വിവിധ വേഷങ്ങളുടെയും പകർന്നാട്ടമാണ് ജീവിതം. ഇതിനെ കുറിക്കുവാൻ പല നിറം കാച്ചിയ വളകൾ, പലമുഖം കൊണ്ടുള്ള എതിരിടൽ എന്നീ പ്രയോഗങ്ങൾക്ക് സാധിക്കുന്നു. നൊന്തും പരസ്പരം നോവിച്ചും സ്വയമറിയാതെ കടന്നുപോയ ദാമ്പത്യത്തിന്റെ 30 ആണ്ടുകൾ കവി ഓർത്തെടുക്കുന്നു. ഇവയൊക്കെയും ഇത്തിരിയോളം പോന്ന
ശാന്തിയുടെ ശർക്കര നുണയുവാനായിരുന്നു എന്ന് കവി പറയുന്നു. അതിനായി സഹിക്കേണ്ടി വന്ന ദുഃഖദുരിതങ്ങളെ കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു എന്ന പ്രയോഗത്തിൽ കാണാം. എല്ലാറ്റിനെയും കുറിച്ച ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് കവി ഓർമ്മപ്പെടുത്തുന്നു. ജീവിതയാത്രയിലെ അനുഭവങ്ങളൊക്കെയും വഴിയോര കാഴ്ചകളായി മറക്കാനുള്ളതല്ലെന്നും പാതിയിലേറെ കടന്ന ജീവിതാനുഭവങ്ങളുടെ ഓർമ്മകൾ നമ്മെ കരുത്തുറ്റതാക്കുമെന്നും കവി പ്രത്യാശിക്കുന്നു. അതിനാലാണ് ആതിരയെ തിരിച്ചറിയാൻ കഴിഞ്ഞതെന്ന് കവി ഓർക്കുന്നു. കൂടെ നടന്നവരെക്കുറിച്ചും കിന്നറിഞ്ഞവരെക്കുറിച്ചും കണ്ണീരിലും ചിരിച്ച് കവിളു തൊടുത്തതിൻ്റെയും കൺപോള വീർക്ക കരഞ്ഞതിൻ്റെയും സ്നേഹ സൗഹൃദങ്ങളുടെ കെട്ടിപ്പുണരലുകളും പരസ്പരം കഠിനമായ വേദനകൾ നൽകിയതിൻ്റെയും വേദനകൾ അനുഭവിച്ചതിൻ്റെയും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടുപോയ ആഗ്രഹങ്ങളുടെയും സഹയാത്രികരാൽ വേദനിക്കപ്പെട്ടതിൻ്റെയും ഓർക്കാപ്പുറത്ത് ജീവിതമേൽപ്പിച്ച പ്രതിസന്ധികളിൽ പതറിപ്പോയതിൻ്റെയും ഓർമ്മകളെ കവി മനസ്സ് കണ്ടെത്തുന്നു. ഓർക്കുവാൻ പോലും കഴിയാത്തത്ര തീക്ഷ്ണമായ അനുഭവങ്ങളാണ് ജീവിതമെന്ന് കവി മനസ്സിലാക്കുന്നു. ഓർമ്മകൾ എത്രയൊക്കെ മറന്നുപോയാലും ജീവിതം എത്രമാത്രം സങ്കടപ്പെടുത്തിയാലും ജീവിച്ചു എന്നതിൻ്റെ ധന്യതയെ കൈവെടിയാനോ മറക്കാനോ കഴിയില്ലെന്ന് കവി പറയുന്നു. ഈ ധന്യതയാണ് ക്ഷീണിതമായ അവസ്ഥയിലും തളർന്ന വിറയാർന്ന കൈകളാൽ ഓർമ്മകളൊഴിഞ്ഞ താലവും നീട്ടി മനമിടറാതെ മിഴിനീരു പതിക്കാതെ ആതിരയെ എതിരേൽക്കാൻ കവിയെ പ്രേരിപ്പിക്കുന്നത്. വ്യത്യസ്ത ഋതുക്കൾ സമ്മാനിച്ച് കാലമിനിയും ഉരുളുമെന്നും വിഷുവും വർഷവും തിരുവോണവും പൂക്കളും കായ്കളുമൊക്കെ തുടർച്ചയാകുമെന്നും അപ്പോഴും തുടർച്ചയില്ലാത്തത് നമ്മുടെ ആയുസ്സിനും ജീവിതത്തിനുമാണെന്ന് കവി തിരിച്ചറിയുന്നു. അതിനാൽ ലഭ്യമായ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആതിരകളെ ആർദ്രരും ശാന്തരും സൗമ്യരുമായി എതിരേൽക്കാൻ കവി സഖിയെ ക്ഷണിക്കുന്നു. അരികത്തു ചേർന്ന് നിന്ന് പരസ്പരം തുണയായി ഊന്നുവടികളായി ജീവിതത്തെ പ്രത്യാശയോടെയും ധീരതയോടെയും സ്നേഹത്തോടെയും എതിരേൽക്കാൻ കവി പ്രചോദിപ്പിക്കുന്നു. അപ്പോഴാണ് കവി ജീവിതയാത്രയുടെ സഫലത തിരിച്ചറിയുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള നിരന്തര പ്രത്യാശകളാണ് വൈലോപ്പിള്ളി കവിതകളുടെ മുഖമുദ്ര. ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്ന് കന്നിക്കൊയ്ത്തെന്ന കവിതയിൽ വൈലോപ്പിള്ളി എഴുതുന്നു. വിജയമിച്ഛിക്കുന്ന മരണത്തിന് ജീവിതത്തെ പരാജയപ്പെടുത്താൻ ഒരിക്കലുമാകില്ലെന്ന പ്രത്യാശയാണ് കവി അവിടെ പങ്കുവെക്കുന്നത്. ഇവിടെ ഇതിനു സമാനമായ അനുഭവാവിഷ്കാരമാണ് കക്കാടും പുലർത്തുന്നത്. മരണത്തെ പുൽകുമ്പോഴാണ് ജീവിതത്തെ ഏറെ അറിയുന്നതെന്ന് ഈ കവിത നമ്മോട് പറയുന്നു. ദുഃഖ ദുരിതങ്ങളുടെ ജീവിത വഴികളിൽ തളരേണ്ടതില്ലെന്നും അവയെ യാത്രയിലെ വ്യത്യസ്ത അനുഭവങ്ങളായി കണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും അപൂർവമായ ആഹ്ലാദ അനുഭവങ്ങളുടെ ആതിരകളെ ഒരേ മനസ്സായി എതിരേൽക്കാൻ ശീലിക്കണമെന്നും അങ്ങനെ ജീവിതയാത്ര സഫലമാക്കപ്പെടണമെന്നും കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഉദാത്തമായൊരു ദാമ്പത്യത്തെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകൾ കവിതയിലുടനീളം കണ്ടെത്താനാകും.